എല്ലാവർക്കും നമസ്കാരം. പരീക്ഷകളിൽ നമ്മൾ ടൈം മാനേജ്മെൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് നോക്കുന്നത് മുൻവർഷ ചോദ്യപേപ്പറിൽ നിന്നുള്ള കുറച്ച് മാത്സിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്ന ചോദ്യപേപ്പർ എന്ന് പറയുന്നത് 10th പ്രിലിംസ് സ്റ്റേജ് 3 ആണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 11/2025. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ സ്റ്റേജ് 1ഉം 2ഉം ചെയ്തിട്ടുള്ളതാണ് ഓൾറെഡി. അപ്പോൾ അതും നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഇതെന്താ കാണാൻ പറഞ്ഞതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പ്രിലിമിനറി ഒക്കെ ആകുമ്പോൾ നമുക്ക് 2-3-5 എക്സാം ആയിട്ടാണ് നടക്കുന്നത്, 2-3-5 സ്റ്റേജ് ആയിട്ടാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഓരോ സ്റ്റേജിലും എന്തായിരിക്കും, അതിന് മുന്നേ നടന്ന പരീക്ഷയിലെ ചോദ്യങ്ങളുമായിട്ട് വളരെയധികം സാമാന്യമുള്ള തരത്തിലുള്ള സമാനമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ അത് വെച്ച് നോക്കുകയാണ് ഈ പരീക്ഷയിൽ. അപ്പോൾ ആ രീതിയും കൂടി നിങ്ങൾക്കൊന്ന് മനസ്സിലാവും ഈ ചോദ്യപേപ്പറുകൾ കാണുമ്പോഴേ. അപ്പോൾ ഇന്നത്തെ ചോദ്യപേപ്പർ ഞാൻ പറഞ്ഞ പോലെ 11/2025 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. മാത്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിലുള്ള ബാക്കിയുള്ള സംഭവങ്ങളും കൂടിയും ബാക്കിയുള്ള GK പാർട്ടും മെയിനായിട്ട് മലയാളവും ഇംഗ്ലീഷും മെയിനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം വരുന്നത് ഡയറക്റ്റായിട്ട് ബോർഡ് മാസിൽ നിന്നാണ്. ആദ്യത്തെ ചോദ്യം വരുന്നത്. ചോദ്യം നോക്കാം. 15 കൂട്ടണം 33 ഹരിക്കണം 11 ഗുണിക്കണം ബ്രാക്കറ്റിൽ 12 ഹരിക്കണം 3 കുറയ്ക്കണം 10. ഞാൻ ആ ചോദ്യം ഒന്ന് എടുത്തെഴുതാം. 15 കൂട്ടണം 33 ഹരിക്കണം 11 ഗുണിക്കണം ബ്രാക്കറ്റിൽ 12 ഹരിക്കണം 3 കുറയ്ക്കണം 10. നോക്കിക്കേ, ആദ്യം തന്നെ പറയുന്ന ബ്രാക്കറ്റ് ഉണ്ടോ നോക്കാനാണ്. ഈ ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഉണ്ടോ നോക്കാനാണ്. ബ്രാക്കറ്റ് ഉണ്ടോ? ബ്രാക്കറ്റ് ഉണ്ട്. എവിടെയുള്ളത്? ദേ ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളിവിടെ നോക്കുക, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ 12 ഹരിക്കണം 3 ആണ്. അപ്പോൾ 12 കൂട്ടണം 3 ആണെന്നുണ്ടെങ്കിലും ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. 12നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 4 കിട്ടും. അപ്പോൾ ആ ബ്രാക്കറ്റ് അവിടെ നിന്ന് പോയി. അവിടെ 11 ഗുണിക്കണം 4 എന്നായിട്ട് മാറി. ഓക്കെ ആണല്ലോ. ഞാനത് അങ്ങനെ എഴുതാലോ. ദേ 11 ഗുണിക്കണം 4 കുറയ്ക്കണം 10. ഇനി അടുത്തത് ഓഫ് ഉണ്ടോ? ഇല്ല. ഇനി അടുത്തത് ഡി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ. ഹരിക്കാനുണ്ടോ? അതേ ഇവിടെ ഉണ്ട്. 33 ഹരിക്കണം 11. അത് ചെയ്താൽ എത്ര കിട്ടുക? 33നെ 11 കൊണ്ട് ഹരിച്ചാൽ 3. അതെന്തായിട്ട് മാറി? 3 ആയിട്ട് മാറി. അപ്പോൾ അതെന്തായി? 15 കൂട്ടണം 3 ഗുണിക്കണം 4 കുറയ്ക്കണം 10. ഇനി അടുത്തത് എന്താ? മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം. ദേ 3 ഗുണിക്കണം 4. ദേ അപ്പോൾ അതെന്താണ്? 3 ഗുണിക്കണം 4 എത്രയാ? 12. ഇനി 15 കൂട്ടണം 12 കുറയ്ക്കണം 10 എന്നായിട്ട് മാറി. ഇനി എന്താ? കൂട്ടാനാണ്. 15ഉം 12ഉം കൂട്ടി 27. 27ൽ നിന്ന് 10 കുറയ്ക്കുക. എത്രയായിരിക്കും ഉത്തരം? ഓപ്ഷൻ ബി 17 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇത് സാധാരണ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ 36 സ്ക്വയർ ഡിവൈഡ് ബൈ 6 സ്ക്വയർ എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 36ൻ്റെ സ്ക്വയർ കാണും, എന്നിട്ട് അതിനെ 6ൻ്റെ സ്ക്വയർ കൊണ്ട് ഹരിക്കാൻ നിൽക്കും. അതിനൊന്നും നിൽക്കണ്ട. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. a⁴n ഡിവൈഡ് ബൈ b⁴n ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? a/b⁴n എന്നായിട്ട് എഴുതാം. ഇതൊന്ന് പഠിച്ചു വെച്ചോ കേട്ടോ. a⁴n ഡിവൈഡ് ബൈ b⁴n ആണെങ്കിൽ a/b⁴n ആണ്. ഈ എഴുതിയിരിക്കുന്നത് എന്ത് ഫോർമുലയല്ല? a⁴n ഡിവൈഡ് ബൈ b⁴n. അവിടെ അതായത് n എന്ന് പറഞ്ഞാൽ പവറിൽ എന്താണുള്ളത്? പവറിലുള്ള സംഖ്യകൾ തുല്യമായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബേസുകളെ മാത്രം എന്ത് ചെയ്യാം? ഹരിച്ചിട്ട് അതിൻ്റെ ഹോൾ പവറായിട്ട് ആ എന്നിനെ ഇടാം എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതേ കാര്യം ഇവിടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 36 സ്ക്വയർ ഡിവൈഡഡ് ബൈ 6 സ്ക്വയർ എന്നുള്ളവർക്ക് n എന്താണ്? 2 ആണ്. അത് തുല്യമായതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 36/6 ഹോൾ പവർ 2 എന്ന് എഴുതാം. അപ്പോൾ ഈ 36ന് 6 കൊണ്ട് വെട്ടി 6ൻ്റെ സ്ക്വയർ 36. വളരെ പെട്ടെന്ന് നമുക്ക് a36 ആണെന്ന് കിട്ടും. ഇത് പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഇത് വേറെ ചോദ്യങ്ങളിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ചോദ്യത്തിൽ പക്ഷേ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ചോദ്യം വളരെ സിമ്പിളായിട്ട് ഇത് വേറെ ടൈപ്പ് വലിയ ചോദ്യങ്ങൾ വരുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. ഇതിൽ എന്ത് വേണ്ട ആവശ്യമില്ല, അത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 36 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 36 ഗുണിക്കണം 36 ഡിവൈഡഡ് ബൈ 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 6 ഗുണിക്കണം 6. 6 × 6 36 ആണ്. അല്ലെങ്കിൽ അങ്ങനെ വേണമെന്നില്ലെങ്കിൽ 6നെ ഇവിടെ വെട്ടാം, 6 ഈ 6നെ വെട്ടാം, ബാക്കി 36. ഉത്തരം 36. അങ്ങനെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞത് എന്താണ്? a⁴n ഡിവൈഡഡ് ബൈ b⁴n കൃത്യങ്ക നിയമമാണ് അല്ലേ? ആണെങ്കിൽ a/b⁴n ആയിരിക്കും. ഈ സാധനം പഠിക്കണം. ഇത് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണോ ഇത് പഠിപ്പിച്ചത് അതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ടഫായിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ആ രീതിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ സമയത്ത് ഇതുപോലെ ഞാൻ വെട്ടി ചെയ്തോളാം എന്ന് പറഞ്ഞാൽ സമയം കുറേ പോകും. അതിനാണ് ഇത് പഠിപ്പിക്കണേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
അടുത്ത ചോദ്യം നോക്കാം. റൂട്ട് ഓഫ് 0.444 തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക എന്നതിനെ ദശാംശ രൂപത്തിൽ എഴുതാന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആദ്യം ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് 0.444 ഇങ്ങനെ പോയാൽ അതിനെങ്ങനെ എഴുതാം ഭിന്നസംഖ്യാ രൂപത്തിൽ? 4/9 എന്ന് എഴുതാം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ 0.1111 അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ എഴുതാം? 1/9 എന്ന് എഴുതാം നിങ്ങൾ മനസ്സിലാക്കണം. 0.2222 അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് എഴുതാം? 2/9 എഴുതാം. അതേപോലെ 0.333 അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 3/9 അല്ലാന്നുണ്ടെങ്കിൽ 1/3 എന്ന് എഴുതാം. ഈ 3/9 വെട്ടിച്ചെറുതാക്കിയാണ്ട് 1/3 അത് ഇനി കാണാൻ പഠിക്കണമെന്നൊന്നും വിചാരിക്കണ്ട. ഇതേപോലെ 0.555 അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിലോ അതിനെ 5/9 എന്ന് എഴുതാം. ഞാൻ പറഞ്ഞ അത് എത്ര വരെ എഴുതാം? 0.999 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? 9/9 അതായത് 1 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ഈ ചോദ്യം എങ്ങനെ ചെയ്യാം? 0.4444 എന്ന് പറഞ്ഞാൽ 4/9 ആണ് എന്ന് പറഞ്ഞു. ഇനി ഇത് കിട്ടുന്നത് ഞാൻ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞതിന് ശേഷം പറയാം കേട്ടോ. ഇതൊക്കെ എങ്ങനെ കിട്ടണേ എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ആവശ്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരുന്നുണ്ട്. അപ്പോൾ ഈ 4/9 ആണ് 0.444 എന്ന് പറഞ്ഞാൽ കിട്ടി. അപ്പോൾ നമുക്ക് ഈ 0.44 റൂട്ട് 0.444 ഇങ്ങനെ പോകുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 4/9 എന്ന് എഴുതാം. റൂട്ട് ഓഫ് 4/9 എന്ന് പറഞ്ഞാൽ എന്താ? നേരെ 4ൻ്റെ റൂട്ട് എഴുതുക, അത് പുറത്തേക്ക് എഴുതുക 2. ഈ 9ൻ്റെ റൂട്ട് എത്രയാ? 3, അതും പുറത്തേക്ക് എഴുതുക 2/3 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനം ഉണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 66 അല്ലെ 66 2/3 അത് അവിടെ കിടന്നോട്ടെ, അത് ഓർമ്മയിൽ ഉണ്ടാവണം. 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ഇനിയിപ്പോൾ 2/3 എന്ന് വന്നു, നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, എന്ത് ചെയ്യുക? 2നെ 3 കൊണ്ട് അങ്ങോട്ട് ഹരിക്കുക. എത്രയായിരിക്കും? ഇവിടെ പോവോ? 2ൽ പോവോ? ഇല്ല. അപ്പോൾ ഒരു 0 ഇടണം. അപ്പോൾ മേലെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണം. എത്ര ഇനി? 3 18 ശിഷ്ടം 2. ഇനി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം 0.6 തുടങ്ങുന്ന ഒരൊറ്റ ഓപ്ഷനുള്ളൂ, ഓപ്ഷൻ എ. അതായിരിക്കും നിങ്ങളുടെ ഉത്തരം. ഇതിൽ നിന്ന് നിങ്ങൾ ഓർത്തു വെക്കണം എന്ത്? 2/3 എന്ന് പറഞ്ഞാൽ 0.666 അങ്ങനെ പോണതാണെന്നുള്ള കാര്യം കൂടി മനസ്സിൽ ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നൊരു കാര്യം, ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് എന്ത് ചെയ്യുക? 0.444 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. 4/9 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുക. 4/9ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ൻ്റെ റൂട്ട് എടുക്കുക 2, അതേപോലെ 9ൻ്റെ റൂട്ട് എടുക്കുക 3. അപ്പോൾ 2/3 എന്ന് കിട്ടി. ഇനി അതിനെന്താക്കിയാൽ മതി? ദശാംശ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് 2നെ 3 കൊണ്ട് അങ്ങോട്ട് ഹരിച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടി? 0.666 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി ഇതിൽ എനിക്ക് പറയാനുള്ളത് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി. എങ്ങനെയാണ് ഇത് 0.444 എന്ന് പറയുന്നതിനെ ഞാൻ 4/9 എഴുതിയെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. അടുത്ത ആൾക്കാർ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഞാൻ ഈ 0.444നെ ഞാൻ എക്സ് ആയിട്ട് എടുക്കുകയാണ്. 0.444 ഇങ്ങനെ പോകുന്നതിനെ ഞാൻ എക്സ് ആയിട്ട് എടുക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയോ? ഈ എക്സിനെ 10 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ മാത്രം ഗുണിച്ചാൽ പോരാ, 2 സൈഡിലും ഗുണിക്കണം. സമത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഗുണിക്കണം. അപ്പോഴവിടെ വ്യത്യാസം വരാതിരിക്കുള്ളൂ. അപ്പോൾ 10x എന്ന് പറയുന്നത് എന്തായിരിക്കും? 4.44 അങ്ങനെ പോകുന്നതായിരിക്കും. മനസ്സിലായല്ലോ? 10 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് വലത്തോട്ട് പോയി എന്നാണ് അല്ലേ? അപ്പോൾ ഇനി എന്ത് ചെയ്യാം? ഈ 10x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.44 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ 0.44 ആണ്. ഞാൻ നേരെ എന്ത് ചെയ്യാണ്? ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുകയാണ്. അപ്പോൾ 10x എന്ന് എക്സ് പോയാൽ 9x, 4.444 എന്ത് ചെയ്യാണ്? 0.444 അങ്ങനെ പോകുന്നത്. കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 4 കിട്ടുക. അപ്പോൾ എക്സിൻ്റെ വില എന്ന് പറയുന്നത് എന്തായിരിക്കും? 4/9 ആയിരിക്കും. എക്സിൻ്റെ വില എന്ന് പറയുന്നത് 4/9 ആയിരിക്കും. അങ്ങനെയാണ് ഈ പരിപാടി കണ്ടുപിടിക്കണത്. ഈ എക്സ് ആരാ? എക്സ് ഇതാക്കണമെങ്കിൽ ഇത് തന്നെയാണ് എക്സ്. അതായത് 4/9 എന്ന് പറഞ്ഞാൽ 0.444 അങ്ങനെ പോകണമായിരിക്കും എന്ന്. അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞത് 0.111 ഇങ്ങനെ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? 1/9. 0.222 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? 2/9. 0.333 ആണെങ്കിൽ 3/9 അല്ലെങ്കിൽ 1/3. ആ സംഭവം കിട്ടിയല്ലോ. ഇനി അടുത്തത് ഇതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചോ. പോയിൻ്റ് ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയാം. പോയിൻ്റ് എ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉത്തരം എത്രയായിരിക്കും? 7/9 ആയിരിക്കും. കിട്ടിയല്ലോ. ഇനി അടുത്തത് നോക്കിക്കോ. 0.12 ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? 12/99 ആയിരിക്കും. 0.34
34 അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിലോ 34/99 ആയിരിക്കും. ആ കാര്യത്തിൽ ഇനി കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ അതിനെ എങ്ങനെ പറയാം? പോയിൻ്റ് എ ബി എന്ന് പറഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? AB / 99. കിട്ടിയോ? ഞാൻ പറയുന്ന സാധനം മനസ്സിലാവുണ്ടല്ലോ. ഇനി അടുത്ത പോയിൻ്റ് ABC അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിലോ, അതായത് പോയിൻ്റ് 1 2 3 അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിലോ 1 2 3 / 999. അപ്പോൾ ABC / 999. ഈ സംഭവം ഓർക്കുമല്ലോ, ഈ സംഭവം ഇനി ഓർക്കുമല്ലോ. ഓക്കെ, ഈ ചോദ്യത്തിൽ സിമ്പിൾ ചോദ്യമായിരുന്നു. ഞാൻ ഇത്രയും പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം കൂടി ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതുകൊണ്ടാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. 1.5 സ്ക്വയർ ഗുണിക്കണം 0.2 സ്ക്വയർ. ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ ഇതെന്താണ്? A² ഗുണിക്കണം B² എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് അല്ലേ? അതായത് A⁴n ഗുണിക്കണം B⁴n എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമാറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെങ്ങനെ ചെയ്യാം? A ഗുണിക്കണം B ഹോൾ പവർ എന്നുള്ള ഫോർമാറ്റിൽ ചെയ്യാം. ഇത് പഠിക്കണം. എന്തുകൊണ്ട്? അത് വേറെ ടഫ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് സിമ്പിൾ ചോദ്യമാണ്. ഇത് നമുക്ക് ചെയ്യാം. A⁴n ഗുണിക്കണം B⁴n എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എനെയും ബിനെയും ഗുണിച്ചിട്ട് അതിൻ്റെ പവർ n കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അതിൻ്റെ പവറായിട്ട് n ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടുത്തെ കേസിൽ A എന്ന് പറയുന്നത് 1.5 സ്ക്വയർ ആണ്, ഗുണിക്കണം 0.2 സ്ക്വയർ ആണ് ബീൻ്റെ ഭാഗത്ത് അല്ലേ? അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? 1.5 ഗുണിക്കണം 0.2 സ്ക്വയർ. എങ്ങനെ കണ്ടുപിടിക്കാം? 1.5 ഗുണിക്കണം 0.2 ചെയ്യാം. എങ്ങനെ? 2 ദശാംശ സംഖ്യകളെ ഗുണിക്കാം. ഇനി അതാണ് പറയാൻ പോണത്. ഒന്നും നോക്കണ്ട, ആ സംഖ്യകളെ എങ്ങോട്ട് എടുക്കുക, ദശാംശം ഒഴിവാക്കിയിട്ട്. 1.5 എന്ന് പറഞ്ഞാൽ 15, 0.2 എന്ന് പറഞ്ഞാൽ 2, 15 ഗുണിക്കണം 2 30, 15 ഗുണിക്കണം 2 30. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യാം? ദശാംശം ഇട്ട് കൊടുക്കണം അല്ലേ? എന്താണ് ഇവിടെ എത്ര ദശാംശ സ്ഥാനങ്ങളാണ്? 1. ഇവിടെയോ 1. അപ്പോൾ ടോട്ടലി 2. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതി? ഇവിടെ 1 ഇവിടെ 1. അപ്പോൾ 2 ആയല്ലോ. ദശാംശ സ്ഥാനങ്ങൾ 2. അത് ഉത്തരത്തിൽ ആ 2 ദശാംശ സ്ഥാനങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 2 സ്ഥാനം മാറ്റി കുത്തിട്ട് കൊടുത്താൽ മതി. 0.30 കഴിഞ്ഞോ? ഇല്ല, സ്ക്വയർ. 0.30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.3ൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. ഏതൊരു ദശാംശ സംഖ്യയുടെയും സ്ക്വയർ കാണുക എങ്ങനെയാ? ആ സംഖ്യ ഏതാ നോക്കുക? 3. അതിൻ്റെ സ്ക്വയർ എങ്ങോട്ട് എഴുതുക? 9. കഴിഞ്ഞില്ല. എത്ര ദശാംശ സ്ഥാനങ്ങളാണ് ഉത്തര ചോദ്യത്തിലുള്ളത്? 1. ഉത്തരത്തിൽ എത്ര ദശാംശ സ്ഥാനം ഉണ്ടാവും സ്ക്വയർ ചെയ്യാൻ പറഞ്ഞാൽ? 2 എണ്ണം വേണം. 1 2. രണ്ടാമത് ആളില്ലെങ്കിൽ 0 ഇട്ട് കൊടുക്കുക. 0.09 ചെയ്തേക്കുന്നത് ഒരു തവണ കൂടി പറയാം. ഇത് ഇവിടെ തൊട്ട് പറയാം. 1.5 ഗുണിക്കണം 0.2 ആദ്യം ചെയ്യാം. 15 ഗുണിക്കണം 2 ചെയ്തു, 30 എന്ന് എഴുതി. ഇനി എത്ര ദശാംശ സ്ഥാനങ്ങളാണ് ഇവിടെയുള്ളത്? 1 2 ദശാംശ സ്ഥാനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ 1 ഇവിടെ 1 2 ടോട്ടൽ. അപ്പോൾ എന്ത് ചെയ്യാം? 2 സ്ഥാനങ്ങൾ മാറ്റി കുത്തിടുക. 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു. 0.30. വലത്തോട്ട് പോകുമ്പോൾ 0 ഇടണ്ട അല്ലേ? പോയിന്റ് കഴിഞ്ഞിട്ട് വലത്തോട്ട് പോകുമ്പോൾ 0 ഇടണ്ട. ഇട്ടാലും പ്രശ്നമല്ല. അവിടെ കഴിഞ്ഞു 0.3 എന്ന് കിട്ടി അല്ലേ? അതെന്താ? അതിൻ്റെ സ്ക്വയർ ഇടാൻ മറന്നു. ആ സ്ക്വയർ ഇടണം. അപ്പോൾ ഇനി 0.3ൻ്റെ സ്ക്വയർ കാണാം. 2 ചോദ്യങ്ങൾ ഒരുമിച്ചാണ് പറയണേ. 0.3ൻ്റെ സ്ക്വയർ കാണാൻ എന്ത് ചെയ്യാം? നേരെ 3ൻ്റെ സ്ക്വയർ 9 എഴുതി. ഇനി എന്താണ്? പോയിന്റ് എത്ര സ്ഥാനം മാറിയിട്ടാ? ഒറ്റ സ്ഥാനം മാറിയിട്ടാ ദശാംശം ഉള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്ക്വയർ കാണുന്ന സമയത്ത് നേരെ ഇരട്ടി എടുക്കണം. എപ്പോഴും സ്ക്വയർ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഉള്ളിൽ ഏതാ ഉള്ളത്? 3 അതിൻ്റെ സ്ക്വയർ കാണാൻ പറഞ്ഞാൽ 3ൻ്റെ സ്ക്വയർ എടുക്കുക. എന്നിട്ട് എത്ര ദശാംശ സ്ഥാനം ഉണ്ട് അവിടെ? 1 ഉണ്ട്. അതിൻ്റെ ഇരട്ടി എന്ത് വേണം? ഉത്തരത്തിൽ വേണം. അപ്പോൾ ഇവിടെ 1 ഉള്ളൂ. 2 ദശാംശ സ്ഥാനമാണ്. 1ൻ്റെ ഇരട്ടി 2 അല്ലേ? അപ്പോൾ അവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. 0.09 0.09 ആയിരിക്കും നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഈ രീതിയിൽ സിമ്പിളായിട്ട് ഇത് ചെയ്യാം. ഇനി അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കിട്ടുന്നില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ ഈ A⁴n B⁴n ഒന്നും നിങ്ങൾക്ക് ഓർമ്മയിലില്ല. ഞാൻ ഇപ്പോഴും പറയുകയാണ്, അത് പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. ഇനി അല്ല അത് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും. 1.5 സ്ക്വയർ ഗുണിക്കണം 0.2 സ്ക്വയർ. ആദ്യം 1.5ൻ്റെ സ്ക്വയർ കാണാം. 1.5ൻ്റെ സ്ക്വയർ കാണാൻ സിമ്പിളാണ്. എന്ത് ചെയ്യാം? 15ൻ്റെ സ്ക്വയർ എഴുതുക. 225. 15ൻ്റെ സ്ക്വയർ എഴുതിയല്ലോ. ഇനി എന്താണ്? എത്ര ദശാംശ സ്ഥാനങ്ങൾ എവിടെയുള്ളത്? 1 ഉള്ളത്. സ്ക്വയർ കാണുമ്പോൾ എത്ര ദശാംശ സ്ഥാനം വേണം? ഇതിൻ്റെ ഇരട്ടി വേണം. എത്രയാ? 1 2. 2.25 ഗുണിക്കണം. ഇനി 0.2ൻ്റെ സ്ക്വയർ കാണാം. 2ൻ്റെ സ്ക്വയർ നേരെ എഴുതി 4. 2ൻ്റെ സ്ക്വയർ നേരെ എഴുതി 4. ഇനി എത്ര ദശാംശ സ്ഥാനങ്ങൾ വേണം?
ഒന്നാണ് ഇവിടെ ഉള്ളൂ. 1 2 ദശാംശ സ്ഥാനങ്ങൾ വേണം. 0.04 2.25 ഗുണിക്കണം 0.04. ഇനി നേരെ ഗുണിക്കാം. എങ്ങനെ ഗുണിക്കാം? രണ്ട് ദശാംശ സംഖ്യകളെ തമ്മിൽ ഗുണിക്കാനാണ് നമ്മൾ പഠിക്കുന്നത്. എങ്ങനെയാണ് ഗുണിക്കുന്നത്? ആ 2.25 പോയിന്റ് മാർക്ക് 225, ഈ 0.04 പോയിന്റ് മാർക്ക് വെറും 4. 225 ഗുണിക്കണം 4 ചെയ്യുക 900. കഴിഞ്ഞിട്ടില്ല, പോയിന്റ് ഇടണം. എവിടെ ഇടണം? ഇവിടെ 2 പോയിന്റ് ഉണ്ട്, ഇവിടെ 2 പോയിന്റ് ഉണ്ട്. അപ്പോൾ മൊത്തം 4 പോയിന്റ് ഉണ്ട് അല്ലേ? 4 ദശാംശ സ്ഥാനങ്ങളുണ്ട്. ഗുണിക്കലാവുമ്പോൾ അത് രണ്ടും കൂട്ടി വെക്കുക. അപ്പോൾ 4 ദശാംശ സ്ഥാനങ്ങളാണ് മൊത്തം ഉള്ളത്. 1 2 3 4 ദശാംശ സ്ഥാനങ്ങൾ ഉത്തരത്തിൽ വേണം. ദേ 0.0900. ദേ ഈ പൂജ്യങ്ങൾക്കൊന്നും വിലയില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം 0.09 ഓപ്ഷൻ ഡി. അങ്ങനെയും കണ്ടുപിടിക്കാം. രണ്ടാണെന്നുണ്ടെങ്കിൽ ഒരേ സംഭവങ്ങൾ തന്നെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കുറച്ച് സമയം എടുക്കുന്ന 2 ചോദ്യങ്ങൾ വന്നപ്പോൾ അതേ ഡയറക്റ്റ് ആയിട്ടൊരു സിമ്പിൾ ചോദ്യം, സ്പീഡ് ആൻഡ് ടൈമത്തെ ചോദ്യമാണ്. 52 km/മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാം? ഏതൊരു സ്കൂൾ കുട്ടിക്ക് പോലും ചെയ്യാൻ കഴിയുന്ന ചോദ്യം. എന്തിവിടെ തന്നിട്ടുള്ളത്? സ്പീഡ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വേഗത തന്നിട്ടുണ്ട്. 52 km/h എന്ന് തന്നിട്ടുണ്ട്. സമയം ടൈം തന്നിട്ടുണ്ട്. എത്ര? 6 മണിക്കൂർ എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? ദൂരം, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? സമയം ഗുണിക്കണം വേഗത അല്ലേ? അല്ലെങ്കിൽ വേഗത ഗുണിക്കണം സമയം. നമ്മളൊരു ട്രയാങ്കിൾ വരച്ചിട്ട് പഠിച്ചതാണ്. ഞാൻ ഇനിയും വരയ്ക്കും, നിങ്ങൾ പഠിക്കണ വരെ വരയ്ക്കും. എന്താണ്? DST അല്ലേ? അതന്നെയല്ലേ നമ്മൾ പഠിക്കുന്നത്? DST. ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, എസ് എന്ന് പറഞ്ഞാൽ സ്പീഡ്, ടി എന്ന് പറഞ്ഞാൽ ടൈം. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കും. എന്നിട്ട് എനിക്ക് ഡിസ്റ്റൻസ് ആണ് ഇവിടെ കാണേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ മതി? എസ് ഗുണിക്കണം ടൈം. ഇനി എനിക്ക് എന്തായിരുന്നു വേണ്ടതെന്ന്? ഇനി എനിക്ക് സ്പീഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സ്പീഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡി ഹരിക്കണം ടൈം. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി എനിക്ക് ടൈമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഡി ഹരിക്കണം എസ്. അപ്പോൾ അതൊക്കെ കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദൂരം സമം വേഗത ഗുണിക്കണം സമയം. അപ്പോൾ ഇനി വേഗത എത്രയാ? 52 km/h ആണ്. ഗുണിക്കണം ടൈം എത്രയാണ്? 6 മണിക്കൂർ. നേരിട്ട് ഗുണിച്ചാൽ മതി. 52നെ നമ്മൾ 6 കൊണ്ട് ഗുണിച്ചാൽ എന്ത് ചെയ്യും? ആദ്യം ഞാൻ 50നെ 6 കൊണ്ട് ഗുണിച്ചു, 300 എന്ന് കിട്ടി. ഇനി 2നെ 6 കൊണ്ട് ഗുണിച്ചു, 12. 300ഉം 12ഉം 312 കിലോമീറ്റർ. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് km/h ആണ്, ഇത് അവറാണ്. നേരിട്ട് ഗുണിക്കാം. m/s അവറും തന്നാൽ അത് നേരിട്ട് ഗുണിക്കാൻ പറ്റില്ല. m/s മിനിറ്റോ അല്ലെങ്കിൽ km/h മിനിറ്റോ km/h സെക്കൻഡോ ഒക്കെയാണ് തരുന്നുണ്ടെങ്കിൽ അവയെ നേരിട്ട് ഗുണിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം കൂടി തലയിൽ ഓർമ്മയുണ്ടാവണം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് നമ്മൾ പറയുന്നത്, ഫസ്റ്റ് ഞാൻ ചോദ്യം വായിക്കാം. 0 1 1 2 3 5 8 അടുത്ത സംഖ്യ ഏതെന്നാണ് ചോദിച്ചത്. ഇത് ഫിബൊനാച്ചി സീരീസാണ്. എന്താണ് ഞാൻ സീരീസിൻ്റെ പേര് പറഞ്ഞത്? അതൊന്നും പഠിക്കേണ്ട. ഫിബൊനാച്ചി സീരീസാണ് ഇത് കേട്ടോ. ഇവിടെ എന്താ സംഭവം നടക്കണമെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഫസ്റ്റത്തെ 2 സംഖ്യകളില്ലേ, അതായത് തൊട്ട് മുന്നത്തെ 2 സംഖ്യകളെ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതായിരിക്കും മൂന്നാമത്തെ സംഖ്യ. അപ്പോൾ ഇവിടുത്തെ കേസിൽ 0 1 കൂട്ടിയാൽ 1 കിട്ടി. ഓക്കെ ആണല്ലോ? ഈ 1 1 കൂട്ടിയാൽ 2 കിട്ടി. ഓക്കെ ആണല്ലോ? ഈ 1ഉം 2ഉം കൂട്ടിയാൽ ഈ 3 കിട്ടി. അതുപോലെ ഈ 2ഉം 3ഉം കൂട്ടിയാൽ ഈ 5 കിട്ടി. ഈ 3ഉം 5ഉം കൂട്ടിയാൽ ഈ 8 കിട്ടി. ഇപ്പോൾ തൊട്ട് മുന്നത്തെ 2 തമ്മിൽ കൂട്ടുമ്പോൾ അടുത്ത സംഖ്യ കിട്ടുന്നത്. ഇതിനെന്താ പറയുന്നത്? ഫിബൊനാച്ചി സീരീസ്. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഇങ്ങനത്തെ ഒരു സീരീസ് ഉണ്ട് എന്നുള്ള കാര്യം മാത്രം നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഈ 5ഉം 8ഉം കൂട്ടിയാൽ മതി. 5ഉം 8ഉം കൂട്ടിയാൽ എത്ര കിട്ടുക? ഉത്തരമായ 13. ഓപ്ഷൻ ബി സിമ്പിളായിട്ട് കിട്ടും. ചെയ്തേക്കുന്ന കാര്യം ഓർക്കുക. എന്താണ്? ഒറ്റ കാര്യം നോക്കിയാൽ മതി. എന്താണ്? ഓരോ സംഖ്യയും തൊട്ട് മുമ്പിലെ 2 സംഖ്യകൾ കൂട്ടി കിട്ടുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഒരു ആൾ 1200 രൂപയ്ക്ക് നാളികേരം വാങ്ങി അത് വിൽക്കുമ്പോൾ 12% ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. എങ്കിൽ എത്ര രൂപയ്ക്കാണ് നാളികേരം വിൽക്കേണ്ടത് എന്നാണ് ചോദ്യം.
വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. എന്താണ്, 1200 രൂപയ്ക്ക് നാളികേരം വാങ്ങി അത് വിൽക്കുമ്പോൾ 12% ലാഭം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ കേസിൽ എന്ത് ചെയ്താൽ മതി, 1200ൻ്റെ 112% ലാഭമായതുകൊണ്ട് 100% കൂടെ 12% കൂടിയും കൂട്ടുന്നു. അപ്പോൾ 112% വേണം. അപ്പോൾ 1200ൻ്റെ 112% കണ്ടാൽ മതി. അത് പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. എന്താ 1200 ഗുണിക്കണം 112 ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ സിമ്പിളായിട്ട് 1200ൻ്റെ 12% കാണുന്നു. എന്നിട്ട് 1200നോട് ഈ 12% ലാഭത്തെ കൂട്ടുന്നു. അത്രയാണ് നമ്മളിവിടെ ചെയ്യാൻ പോണത്. എന്താണ് ചെയ്യുന്നത്, 1200ൻ്റെ 12% കാണുകയാണ്. 1200ൻ്റെ 12% കാണാൻ സാധാരണഗതിയിൽ എന്ത് ചെയ്താൽ മതി, 1200 ഗുണിക്കണം 12/100 ഇത് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, ഈ 2 0 വെട്ടിപ്പോയി. ഉത്തരം 144. 12 ഗുണിക്കണം 12 144. ഇനി എന്ത് ചെയ്യണം, ഈ 144 ആണോ നമ്മുടെ ഉത്തരം? അല്ല. എന്താണ് നമ്മുടെ ഉത്തരം? 1200 കൂട്ടണം 144. കാരണം ഈ 1200 ആണ് 100% എന്ന് പറയണത് അല്ലേ. അപ്പോൾ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 1344 എന്ന് കിട്ടും. ഉത്തരം ഓപ്ഷൻ സി ആണ്. അതാണല്ലോ. ഇനി ഞാൻ ഇത് പേനൊന്നും തൊടാതെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു രീതിയും കൂടിയും പറയാം. നോക്കിക്കോ, ഓർമ്മയിൽ ചെയ്യുന്ന കാര്യം, ഈ 12% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% കൂട്ടണം 2% അല്ലേ. അപ്പോൾ ഇത് നോക്കിക്കേ, ഈ 1200ൻ്റെ 10% കാണാൻ എന്ത് ചെയ്താൽ മതി, 1200 എന്ന് പറഞ്ഞ സംഖ്യയുടെ 10% കാണാൻ എന്ത് ചെയ്താൽ ഇതേ ഒരു 0 വെട്ടിക്കളഞ്ഞാൽ മതി, 120. ഇനി 1200ൻ്റെ 2% കാണാനാണ് പറയണേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, 1200ൻ്റെ 1% കാണാം. മനസ്സിൽ ചെയ്താൽ മതി ഇതൊക്കെ. 1200ൻ്റെ 1% കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ 2 0 വെട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ എത്രയാ, 12 എന്ന് കിട്ടും. അപ്പോൾ 2% എന്ന് പറഞ്ഞാൽ 12ൻ്റെ ഇരട്ടി 24. ഇത് രണ്ടും കൂടിയും കൂട്ടിയാൽ മതി, 144. അപ്പോൾ 1200 കൂട്ടണം 12% 144 ചെയ്ത് നമ്മൾ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഈ രീതി നിങ്ങൾ എന്തായാലും പഠിക്കണം. മനസ്സിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. മറ്റേ രീതി അറിയണം, ഈ രീതി അറിയണം. പക്ഷെ നിങ്ങൾ ഈ രീതിയിൽ കുറച്ചുകൂടി സ്പീഡായിട്ട് മാറും കുറച്ച് ചെയ്യുമ്പോൾ കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, 2.5 കുറയ്ക്കണം 1/8 കുറയ്ക്കണം 1/16 എത്രയാണെന്നാണ് ചോദ്യം. നമ്മൾ ആദ്യം തന്നെ ഇതിനെ മിശ്രഭിന്നത്തിന് എന്ത് ചെയ്യുക, വിഷമഭിന്നാക്കിയിട്ട് മാറ്റുക. 2.5നെ നമുക്ക് എന്ത് ചെയ്യാം, മിശ്രഭിന്നമാണ്, ഇത് വിഷമഭിന്നാക്കാം. എങ്ങനെ ചെയ്യുന്നത്, 2 ഗുണിക്കണം 2 4 കൂട്ടണം 1 എത്രയാ, 4 1 5 5/2 എന്ന് എഴുതാം. അപ്പോൾ ചോദ്യം എന്തായിട്ട് മാറി, 5/2 കുറയ്ക്കണം 1/8 കുറയ്ക്കണം 1/16 ആയിട്ട് മാറി. ഇത്രയും വന്നു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാനറിയാലോ. എങ്ങനെ ചെയ്യുന്നത്, നമുക്ക് പല രീതിയിലും ചെയ്യാം. ഞാനിവിടെ LCM മെത്തേഡ് എടുത്തിട്ട് പറയാം, അത് പഠിച്ചോ, അതായിരിക്കും നല്ലത്. അപ്പോൾ ഈ 2 8 16 അതായത് ഛേദങ്ങളുടെ LCM കാണാം. ഛേദങ്ങളുടെ LCM കാണുമ്പോൾ ഈ 2 8 ആ 16 ആണല്ലോ ഛേദം, താഴെയുള്ളതാണ് ഛേദം. അപ്പോൾ അതിൻ്റെ LCM കാണുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 2 8 16 2 8 16. ഇതിൻ്റെ LCM കാണാൻ എന്താ ഷോർട്ട് കട്ട്, എന്താ, ഏറ്റവും വലിയ സംഖ്യയെ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ചെറിയ സംഖ്യകളെ കൊണ്ട് വലിയ സംഖ്യേനെ ഹരിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. 2 കൊണ്ട് എന്തായാലും പറ്റും, ഇരട്ട സംഖ്യയാണ്. 8 കൊണ്ട് പറ്റുമോ, പറ്റും. 16/8 ചെയ്യാൻ പറ്റും, നിശേഷം ഹരിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്, 16 ആണ് LCM എന്ന് കിട്ടി. അപ്പോൾ ആ 16നെ നമ്മൾ താഴെ എഴുതുക. ഇനിയിപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ഓപ്ഷനിൽ താഴെയൊക്കെ 16 ആണ്. അപ്പോൾ അതാണ് LCM വരുന്നുണ്ടാവുക എന്നുള്ളൊരു ബോധം നമ്മുടെ കയ്യിലുണ്ടാവണം കേട്ടോ. ഇനി നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഈ 16നെ വെച്ചിട്ട് ഈ ഓരോന്നിനെയും ഗുണിക്കുക. 16 5/2 കുറയ്ക്കണം 16 ഗുണിക്കണം 1/8 കുറയ്ക്കണം 16 ഗുണിക്കണം 1/16. ഇനി നമുക്ക് വെട്ടിച്ചെറുതാക്കാമല്ലോ. വെട്ടിച്ചെറുതാക്കുമ്പോൾ 2 16 വെട്ടുക. അപ്പോൾ എത്രയാ, 8 ഗുണിക്കണം 5 ആയി. ഇവിടെ വെട്ടുമ്പോൾ 2 ഗുണിക്കണം 1 ആയി. ഇവിടെ വെട്ടുമ്പോൾ 16 2നെ വെട്ടി 1 കൊണ്ട് വെട്ടി. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം, 8 കുറയ്ക്കണം 2 കുറയ്ക്കണം 1 8 അല്ല, അത് ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ തെറ്റിച്ചിട്ടുള്ളൊരു കാര്യമാണിത്. 8 ഗുണിക്കണം 5 ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. 8 ഗുണിക്കണം 5 40 കുറയ്ക്കണം 2 കുറയ്ക്കണം 1 ഡിവൈഡഡ് ബൈ 16. 40 കുറയ്ക്കണം 2 എത്രയാ, 38 38 കുറയ്ക്കണം 1 37 37 ഡിവൈഡഡ് ബൈ 16 ആണ് നമ്മുടെ ഉത്തരം. എവിടെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇത് ഇത്രയും ചെയ്യണം എന്നൊന്നുമില്ല. ഇത് എന്താ വിചാരിച്ചാൽ, ഇത് 16 ആണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ 16 ആക്കാൻ എത്ര കൊണ്ട് ഗുണിക്കണം, അതിനെ കൊണ്ട് തന്നെ മേലെയും ഗുണിച്ചാൽ മതി. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. കുറേ പ്രാക്ടീസായി അങ്ങനെ ചെയ്താൽ മതി, അതല്ലാതെ ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഇത് ഞാൻ ബിഗിനർ ലെവലിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. നിങ്ങൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതേ നമ്മുടെ LCM 16 ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ 2നെ 16 ആക്കാൻ എത്ര കൊണ്ട് ഗുണിക്കണം, 8 കൊണ്ട് ഗുണിക്കണം അല്ലേ. അപ്പോൾ ഈ മേലെ 8 കൊണ്ട് ഗുണിക്കണം.
ഇവിടെ 8നെ 16 ആക്കാൻ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ മേലെയും 2 കൊണ്ട് ഗുണിക്കണം. അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ 8 ഗുണിക്കണം 5 40, കുറയ്ക്കണം 2 38, കുറയ്ക്കണം 1, ഇവിടെ 16 ആക്കാൻ എന്ത് ചെയ്യുക, 1 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. കുറയ്ക്കണം 1 37. അപ്പോൾ താഴെ എത്ര ഉണ്ടാവും, 37/16. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ആദ്യം ബേസിക് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഒന്ന് പഠിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം: ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ടീച്ചറെയും കൂട്ടിച്ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12 ടീച്ചറുടെ വയസ്സ് എത്ര? ഞാൻ ഇപ്പോൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഈ ചോദ്യം കാണിച്ചു തന്നതാണ്. എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇത് സാധാരണ രീതിയിൽ ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല. എന്താണ്, ആദ്യം എന്ത് ചെയ്യണം, 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം 35 കുട്ടികളുടെ ആകെ വയസ്സ് കാണും. 35 ഗുണിക്കണം 11. അതിനുശേഷം ടീച്ചറുടെയും കൂട്ടിച്ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെയും ടീച്ചറുടെ എണ്ണം കൂട്ടുമ്പോൾ 36 ആളുകളുടെ ശരാശരി വയസ്സ് 12 ആയിന്നുണ്ട്. അപ്പോൾ അത് 36 ഗുണിക്കണം 12 ചെയ്യാം. എന്നിട്ട് അവയുടെ ഡിഫറൻസ് എടുത്താൽ ടീച്ചറുടെ വയസ്സ് കിട്ടും. സിമ്പിളായിട്ട് ചെയ്യാം, തെറ്റാതെ ചെയ്യാം. പക്ഷേ സമയം എടുക്കും, ടൈം കൺസ്യൂമിങ് ആണ്. പെട്ടെന്ന് ചെയ്യാൻ എന്ത് ചെയ്യും, എണ്ണം ആദ്യം എഴുതുന്നു. 35, അത് എത്രയാണ് ശരാശരി? 11. 35 കുട്ടികളുടെ ശരാശരി 11. എണ്ണം 35, ശരാശരി 11. ഞാൻ സാധാരണ ഇങ്ങനെ എഴുതാറൊക്കെ ഉണ്ട് പഠിപ്പിക്കുന്ന സമയത്ത്. പക്ഷേ നിങ്ങളതൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടായാൽ മതി. ആദ്യം ഞാൻ എണ്ണം എഴുതി, പിന്നെ ശരാശരി എഴുതി. പിന്നെ അടുത്തത് എന്താണ്, ടീച്ചറെ കൂടി ചേർത്തപ്പോൾ അപ്പോൾ ആളുകളുടെ എണ്ണം എത്രയായി? 36 ആയല്ലോ. ശരാശരി വയസ്സ് 12 എന്നാണ് പറയണേ. ഇനി ടീച്ചറുടെ വയസ്സ് എത്ര എന്നാണ് ചോദ്യമെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇവയുടെ ഡിഫറൻസ് എടുക്കുക പ്ലസ് 1 കൂടി. ഈ 11 12 ഇവിടുത്തെ ഡിഫറൻസ് എടുക്കുക, അതും 1 കൂടിയത്. നേരെ ഗുണിക്കുക. 1 ഗുണിക്കണം 12 12. ഇവിടെ പ്ലസ് അല്ലേ, കൂട്ടണം. 1 ഗുണിക്കണം 35. 1 ഗുണിക്കണം 35 എത്രയാ? 35. ഉത്തരം 7 4 47. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ചെയ്തിരിക്കുന്ന കാര്യം സിമ്പിളായിട്ട് ഓർമ്മയിൽ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് എഴുതിയിരിക്കുന്നത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഒരാണ് കൂടി പറയുകയാണ്, എഴുതിയിരിക്കുന്ന കാര്യം മാത്രം പറയാം. ആദ്യം ഞാൻ എണ്ണവും ശരാശരി എഴുതി, നേരെ എടുത്ത് എഴുതി. ഇനി എന്ത് ചെയ്യുന്നു, ഇവ തമ്മിലുള്ള ഡിഫറൻസ് 1 കൂടി. ഇവ തമ്മിലുള്ള ഡിഫറൻസ് 1 കൂടി. ചിത്രം വരയ്ക്കുന്ന പോലെ തലയിൽ കയറണം. ഇങ്ങനെ ഗുണിക്കുന്നു, ഇങ്ങനെ ഗുണിക്കുന്നു. 1 ഗുണിക്കണം 12 12. കൂട്ടണം. 1 ഗുണിക്കണം 35 35. ഉത്തരം 47. നേരെ കൂട്ടി എഴുതിയാൽ മതി. ഇനി ചില കേസിൽ ഇവിടെ മൈനസ് വരും, ചില കേസിൽ ഇവിടെ മൈനസ് വരും, ചില കേസിൽ ഇവിടെ മൈനസ് വരും. ആ സമയത്ത് ഇവിടെ കൂട്ടണം എന്നുള്ളതൊക്കെ മൈനസ് ആയിട്ട് മാറും. പ്രശ്നമില്ല. ഓക്കെ, അത് ആ ടൈപ്പ് ചോദ്യം പറയുമ്പോൾ ഞാൻ പറയാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം നോക്കാം. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ ലസാഗു കാണുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകൾ ആദ്യം എഴുതാം. 1 3 5 7 9. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ കൂട്ടത്തിൽ 3 എന്നത് എന്താണ്, ഒരു 9ൻ്റെ ഘടകമാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 3നെ ഒഴിവാക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞ എന്താണ്, 3 എന്ന് പറഞ്ഞാൽ 9ൻ്റെ ഘടകമാണ്. ഇതിൽ തന്നെ വേറെ സംഖ്യകളുടെ ഘടകം ആകുമ്പോൾ എന്ത് ചെയ്യാം, അതിനെ നമുക്ക് ഒഴിവാക്കാമെന്ന്. അപ്പോൾ 1 5 7 9, 1നെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ലസാഗു കാണുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. 5 7 9 എന്താണ്, ഇതിന് പരസ്പരം പൊതുഘടകങ്ങളൊന്നുമില്ല. 5നെ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒന്നും ഈ 7ലും 9ലും ഇല്ല. അതേപോലെ 7നെ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒന്നും 5ലും 9ലും ഇല്ല. 9നെ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒന്നും 5ലും 7ലും ഇല്ല. അപ്പോൾ പൊതുഘടകങ്ങളൊന്നും ഇല്ലാത്ത സംഖ്യകൾ വന്ന അവയുടെ എൽസിയം കാണാൻ എന്ത് ചെയ്താൽ മതി, അവയെ തമ്മിൽ നേരിട്ട് ഗുണിക്കുകയാണ് ചെയ്യുക. 5 ഗുണിക്കണം 7 ഗുണിക്കണം 9. ഇതിന് നമ്മൾ നേരെ 5നെ 7 കൊണ്ട് ഗുണിച്ച് 35 എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, 7 × 9 ചെയ്യുക. 9 7 63. ഏതൊരു സംഖ്യയെയും 5 കൊണ്ട് ഗുണിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഈ 63നെ 5 കൊണ്ട് ഗുണിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇനി അതിൻ്റെ നേർ പകുതി എടുക്കുക, എന്നിട്ടൊരു 0 ഇടുക. അല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി, ആദ്യം അതിൻ്റെ അപ്പുറത്തൊരു 0 ഇടുക. 63ൻ്റെ അപ്പുറത്തൊരു 0 ഇടുക, 630. എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുക. 630ൻ്റെ പകുതി 315. മനസ്സിൽ നിന്ന് തന്നെ അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ എൽസിയം സാധാരണ പോലെ എഴുതി ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. 5 7 9 അല്ലേ. എങ്ങനെയാണ് ചെയ്യുന്നത്, ഇപ്പോൾ ഇതിലാകെ 3നെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 ഇവിടെ കിടക്കുന്നുണ്ട്. ഈ 3 എത്രയായി, 1 ആയി. ഇവിടെ 5 7, അതേപോലെ ഈ 9 എന്തായി, 3 ആയിട്ട് മാറി. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ നേരെ ഗുണിക്കുക. 3 ഗുണിക്കണം 1 ഗുണിക്കണം 1 ഞാൻ എഴുതുന്നൊന്നുമില്ല. 5 ഗുണിക്കണം 7 ഗുണിക്കണം 3. ഇത് തന്നെയാണ് എന്ത്, ഈ 3 ഗുണിക്കണം 3 9 ആണ്. അപ്പോൾ നേരെ 5 ഗുണിക്കണം 7 ഗുണിക്കണം 9 ചെയ്താൽ നമ്മുടെ ഉത്തരമായി. അങ്ങനെയാണ് എൽസിയം കാണുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ അത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പൊതുഘടകങ്ങളുണ്ടോ നോക്കുക. ആ പൊതുഘടകങ്ങളായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ചെറിയ സംഖ്യേനെ ഒഴിവാക്കുക.
എന്നിട്ട് പൊതുഘടകങ്ങൾ ഇല്ലാത്തതിനെ വെച്ചിട്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. കേരളയുടെ കോഡ് JFQBKB ആയാൽ ഒഡീഷയുടെ കോഡ് എന്ത്? മെൻ്റലബിലിറ്റി എത്തി. എന്താണ് ചെയ്യുന്നത്? കേരള KERALA, കേരള എന്തായിട്ട് മാറി? JFQBKB ആയിട്ട് മാറി. ഈ എയുടെ സ്ഥാനത്ത് നോക്ക്, എയുടെ സ്ഥാനത്ത് ബി വന്നു രണ്ട് സ്ഥലത്തും അല്ലേ. അപ്പം തന്നെ മനസ്സിലായി എന്താണ് അവിടെ ഒരു ബന്ധം ഉണ്ടെന്നുള്ള കാര്യം. എ ബി ആവുകയാണെന്ന് കാണുമ്പോൾ തന്നെ ഒരു ബന്ധം കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ബന്ധങ്ങൾ എന്ന് നോക്കാം. ഇവിടുത്തെ ആദ്യത്തെ കേസിൽ കെ ജെ ആണ് ആവുന്നത്. ജെ കഴിഞ്ഞിട്ടല്ലേ കെ, അതായത് കെയുടെ തൊട്ട് മുന്നേ ഉള്ളത് ഒന്ന് കുറച്ചതാണത് അല്ലേ. ഞാൻ ഈ വേറെ വേറെ കളർ എടുത്ത് എഴുതാൻ നോക്കുന്നുണ്ടേ. ഓക്കെ, അപ്പോൾ ഒന്ന് തൊട്ട് മുന്നത്തെയാണ് എന്ത് ജെ എന്ന് പറയണത്. ഇനി അടുത്തത് ഇ കഴിഞ്ഞിട്ടാണ് എഫ്. അപ്പോൾ എന്താണ്? തൊട്ട് മുന്നത്തെ അല്ല, അടുത്തതാണ്. +1 ആണ് അവിടെ നടക്കുന്നത്. ക്യൂ കഴിഞ്ഞിട്ടാണ് ആറ്. അപ്പോൾ ഒന്ന് തൊട്ട് മുന്നത്തെയാണ്. എ കഴിഞ്ഞിട്ട് ബി +1 ആണ്. കെ കഴിഞ്ഞിട്ടാണ് എൽ അല്ലേ. അപ്പോൾ അത് തൊട്ട് മുന്നത്തെയാണ്. അപ്പോൾ ഇനി അടുത്തത് എ കഴിഞ്ഞ് ബി +1, അതായത് -1 +1 -1 +1. ഒന്ന് മുന്നത്തെ ഒന്ന് അടുത്തത്, ഒന്ന് മുന്നത്തെ ഒന്ന് അടുത്തത്, അങ്ങനെയാണ്. അപ്പോൾ അതേപോലെ ഒഡീഷ എഴുതി നോക്കാം അല്ലേ. ഒഡീഷ എഴുതുമ്പോൾ ഒഡീഷ എഴുതുമ്പോൾ ഓ അതേപോലെ എഴുതാൻ പറ്റുമോ? ഓയ്ക്ക് മുന്നേ ഉള്ള ആളെയാണ് എഴുതേണ്ടത് അല്ലേ. ഓയ്ക്ക് മുന്നേ ഉള്ള ആളെയാണ് എഴുതേണ്ടത്. ഓയ്ക്ക് മുന്നേ ആരാ? എൻ ആണ്. MNO. അപ്പോൾ എന്താണ്? മുന്നേ ഉള്ളതാണ്. അപ്പോൾ N ഓപ്ഷനിലുള്ളത് എത്ര ഉണ്ട്? 2 ഉണ്ട്. അപ്പോൾ ഇതും അല്ല. ഇനി അടുത്തത് ഡി കഴിഞ്ഞാൽ ഇനി അടുത്ത വേണമെന്നുണ്ടെങ്കിൽ നോക്കുമ്പോൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ നോക്ക്, NEHT വരെ രണ്ടും സെയിം ആണ്. NEHT വരെ രണ്ടും സെയിം ആണ്. വേണമെന്നുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് നോക്കാം കേട്ടോ. എന്താ വെച്ചാൽ രണ്ടും ഒരേ എണ്ണമാണ് അക്ഷരങ്ങൾ. കേരള 1 2 3 4 5 6 ആണ്. അതുപോലെ ഒഡീഷയിലും 6 ആണ്. അപ്പോൾ -1 ആണോ +1 ആണോ എന്നുള്ളത് തെറ്റില്ല. എന്തായാലും കുഴപ്പമില്ല, ഞാൻ നേരത്തെ തന്നെ പറയുകയാണ്. അടുത്തത് ഡി കഴിഞ്ഞാൽ ഇനി +1 ആണ് വേണ്ടത് അല്ലേ. +1 ആണ് വേണ്ടത്. ഡി കഴിഞ്ഞാൽ ഏതാ അടുത്ത ലെറ്റർ വരിക? ഇ ആണ് വരിക. ABCD ഇ ആണ് വരിക. അടുത്ത ഇനി തൊട്ട് മുന്നത്ത് ഐൻ്റെ തൊട്ട് മുന്നേ ഉള്ളതാരാ? എച്ച്. ഇനി എസിൻ്റെ തൊട്ട് ശേഷം വരുന്നത് എച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് വേണ്ടത്. +1 ആണ് അല്ലേ. അപ്പോൾ എത്ര? ST. ഈ NEHT വരെ കറക്റ്റാണ്. ഇനി അടുത്തത് ആരാന്ന് കിട്ടിയ ഉത്തരമായി അല്ലേ. എച്ച് കഴിഞ്ഞാൽ ഇനി എന്താണ്? ഇനി പ്ലസ് ആണ് കഴിഞ്ഞാൽ ഇനി എന്താണ്? -1 ആണ് വേണ്ടത്. എച്ചിൻ്റെ സ്ഥാനത്ത് എന്തായിരിക്കും? ജി ആണ് വന്നത്. അപ്പോൾ ഏതാ ഉത്തരം? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇതല്ല, ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം നോക്കാം. 50 കുട്ടികളുള്ള ക്ലാസ്സിൽ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ഒരു ചോദ്യം നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ചോദിച്ചേ തീരുള്ളൂ കേട്ടോ. 50 കുട്ടികളുള്ള ക്ലാസ്സിൽ അനുവിൻ്റെ റാങ്ക് 20 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും അനുവിൻ്റെ സ്ഥാനം എത്ര എന്നാണ് ചോദ്യം. എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? മൊത്തം ആകെ എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ ആകെ എണ്ണമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും പുറകിൽ നിന്നാണോ മുന്നിൽ നിന്നാണോ തരാനുള്ളതെന്ന് നോക്കണ്ട. എന്ത് ചെയ്യും? ആകെ എണ്ണം തന്നിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കണം ആയിരിക്കും എപ്പോഴും കേട്ടോ. അത് കുറയ്ക്കണം ആയിരിക്കും എപ്പോഴും. ഇനി മുന്നിൽ നിന്നാണോ പിന്നിൽ നിന്നാണോ റാങ്ക്, അപ്പം മുന്നിൽ നിന്ന് 20ാമതാണ്, അതങ്ങോട്ട് എഴുതുക. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താ? അനുവിൻ്റെ സ്ഥാനം അവസാന റാങ്കിൽ നിന്നാണ്. പുറകിൽ നിന്ന് എത്രാമതാണെന്നാണ് നോക്കണേ. അപ്പോൾ ഇവിടെ മൈനസ് വന്നു എങ്കിൽ അടുത്തത് എന്തായിരിക്കും? +1 ആയിരിക്കും. ഇനി ഇവിടെ പ്ലസ് ആണ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ -1 ആയിരിക്കും. ആ കാര്യം മാത്രം നിങ്ങൾ ഓർക്കാനുണ്ടാവുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താ ഉത്തരം? 50 കുറയ്ക്കണം 20, 30. 30 കൂട്ടണം 1, 31. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 5 126 അതുപോലെ 9 സമാനബന്ധം കണ്ടെത്താനാണ്. 5 126 ആയത് എങ്ങനെയാ? ഞാൻ 5 പറയുമ്പോൾ തന്നെ ഞാൻ പറയാം 5 എന്താ ഇതിൻ്റെ ബന്ധം. 5ൻ്റെ ക്യൂബ് +1. 125 5ൻ്റെ ക്യൂബ്. അതിനോട് 1 കൂട്ടിയാൽ 126 കിട്ടും. അതേപോലെ 9 വന്നപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? 9ൻ്റെ ക്യൂബ് +1. ഓപ്ഷനിൽ നോക്കുമ്പോൾ തന്നെ കിട്ടും എന്താണ്? 9ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 729 ആയിരിക്കും. +1 എത്രയാ? 730. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇതൊക്കെ കുറേ ചെയ്താലേ കിട്ടുള്ളൂ കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടാണ്. 146 156 176 196. അപ്പോൾ ഈ ചോദ്യം BSc ഒഴിവാക്കിയിട്ടുള്ള ചോദ്യമാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 196 എന്ന് പറയുന്നത് എന്താ? 14ൻ്റെ സ്ക്വയർ ആണ്. അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ 196 നമുക്ക് ഉത്തരമായിട്ട് എഴുതാം. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒറ്റയാനെ കണ്ടെത്തുക എന്നിട്ടുള്ളതാണ്. ഇത് പൂർണ്ണവർഗ്ഗം ആയതുകൊണ്ട് ബാക്കിയുള്ളതൊന്നും പൂർണ്ണവർഗ്ഗമല്ല എന്ന് പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിന് ഉത്തരമായിട്ട് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ 156 176 196 ഒക്കെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളാണ്.
പക്ഷേ ഈ 146 പറ്റില്ല. അപ്പോൾ 4 കൊണ്ട് ഹരിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ 146 നമുക്ക് പറയാം അല്ലേ. പക്ഷേ അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് PSC ഈ ചോദ്യം ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ 95ാമത്തെ ചോദ്യം ഉത്തരം നിങ്ങൾ തന്നെ ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഇതൊന്ന് നോക്കിക്കോ, ഇതിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ ചെയ്യുക. എന്താ ചെയ്യാനുള്ളത്? ഈ പ്ലസ് ഉള്ളിടത്ത് ഗുണിക്കണം എന്നാക്കുക, കുറയ്ക്കണം എന്നുള്ളിടത്ത് ഹരിക്കണം എന്നാക്കുക, ഗുണിക്കണം എന്നുള്ളിടത്ത് കുറയ്ക്കണം എന്നാക്കുക, ഹരിക്കണം എന്നുള്ളിടത്ത് കൂട്ടണം എന്നാക്കുക. അത്രേ ഉള്ളൂ അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം 2/3 കൂട്ടണം എക്സ് സമം 5/6. എക്സിൻ്റെ വില എന്ത്? എന്താ സാധാരണ ചെയ്യുക? ഇതങ്ങോട്ട് സിംപ്ലിഫൈ ചെയ്യുക, അല്ലാതെ ഇതൊന്നും ചെയ്യാനില്ല കേട്ടോ. ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. എന്താ ചെയ്യാനുള്ളത്? 2/3 കൂട്ടണം എക്സ് കുറയ്ക്കണം 5/6. ഇതിൽ നമ്മൾ എക്സിനെ സിംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ, എക്സിൻ്റെ വില കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? എക്സിനെ അവിടെ ഒരു സ്ഥലത്ത് നിർത്തുക, എന്നിട്ട് ബാക്കി എല്ലാത്തിനെയും മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ഈ എക്സിനെ ഇവിടെ നിർത്തി. അപ്പോൾ അപ്പുറത്ത് എന്തുണ്ട്? ഈ 5/6 ഉണ്ടല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ കൂടെ ഒരു പ്ലസ് 2/3 ഉണ്ട് അല്ലേ, അതിനെ ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവാണ്. ഇവിടെ 2/3 കൂട്ടണം എന്നാണ്, സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? അത് കുറയ്ക്കണം എന്നായിട്ട് മാറും. ഇവിടെ ശ്രദ്ധിക്കുക, ഇതെന്തുകൊണ്ടാണ് മേലോട്ടോ താഴോട്ടോ ഒന്നും പോവാഞ്ഞേ? ഇത് കൂട്ടണം എന്നാണ്, ഇത് കൂട്ടണം എന്നാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? 5/6 കുറയ്ക്കണം 2/3 ചെയ്താൽ മതി. 5/6 കുറയ്ക്കണം 2/3 ചെയ്താൽ മതി. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഛേദങ്ങളെ തുല്യമാക്കുക. ഇത് ഛേദങ്ങളെ തുല്യമാക്കാൻ പറ്റും, അതായത് നമ്മുടെ LCM മെത്തേഡ് അങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല. നേരെ ക്രോസ് ഗുണിക്കുക. എന്താ? 3 5 15. അറിയാലോ, കുറയ്ക്കണം 2 × 6 എത്രയാ? 12 ഡിവൈഡഡ് ബൈ ഇത് നേരെ കണ്ട് ഗുണിക്കുക. 3 × 6 എത്രയാ? 3 × 6 18. 15 കുറയ്ക്കണം 12 3/18. ഓപ്ഷനിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടില്ല, കാരണം ഇതിനെ ഇനിയും വെട്ടി ചെറുതാക്കാൻ പറ്റും. എത്രയാ? എത്ര കൊണ്ട് വെട്ടാം? 3 കൊണ്ട് വെട്ടാം. 3 കൊണ്ട് വെട്ടുമ്പോൾ 3 6 18. 1/6 ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എക്സിൻ്റെ വില 1/6 കിട്ടിയല്ലോ. നേരെ സിംപ്ലിഫൈ ചെയ്യാനേ ഉള്ളൂ കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. ഒരാൾ നേർരേഖയിൽ 5 മീറ്റർ കിഴക്കോട്ടും തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി 12 മീറ്റർ വടക്കോട്ടും നടന്നു. ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യത്തെ സ്ഥാനവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം എത്ര? ഇതിൽ ശരിക്കും കിഴക്കും വടക്കൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് വരച്ചു തരാം. കിഴക്ക്, വടക്ക്, തെക്ക്, പടിഞ്ഞാറ് കിട്ടിയല്ലോ. ഞാനത് എഴുതി. ഇനി ഞാൻ ഒരാളൊരു പോയിന്റിൽ വെച്ചു. 5 മീറ്റർ കിഴക്കോട്ട് നടന്നു. 5 മീറ്റർ കിഴക്കോട്ട് നടന്നു. ഇനി അവിടെ നിന്ന് നേർരേഖയിൽ ലംബമായി 12 മീറ്റർ വടക്കോട്ട് നടന്നു. ദേ ഇവിടെ നിന്ന് 12 മീറ്റർ വടക്കോട്ട് നടന്നു. എന്താണ് ഇനി? ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യത്തെ സ്ഥാനവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം, അതായത് ദേ ഇത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇതെന്തായി? ഇപ്പോൾ ഇതൊരു മട്ട ത്രികോണമായിട്ട് മാറി. 90 ഡിഗ്രി ഉള്ള ഒരു ത്രികോണമായിട്ട് മാറി. മട്ട ത്രികോണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആര് വരും? പൈതഗോറസ് തിയറം വരും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈതഗോറസ് ത്രയങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് സംഖ്യകളെ പറഞ്ഞിരുന്നു. ഏതൊക്കെ? 3 4 5, അതുപോലെ 6 8 10. അതേപോലെ പഠിക്കേണ്ട ഒരു സംഖ്യയാണ് ഇതും. അത് നമുക്ക് ഉത്തരം കിട്ടുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അതേപോലെ കാണാതെ പഠിച്ച് ഉത്തരം എഴുതണം. ഈ 5ഉം അതുപോലെ 12ഉം കണ്ടു കഴിഞ്ഞാൽ അടുത്തത് കർണം എത്രയായിരിക്കും എന്നുള്ള കാര്യം കാണാതെ മനസ്സിൽ നിങ്ങൾക്ക് വരണം കേട്ടോ. 5ഉം 12ഉം കണ്ടാൽ അടുത്തത് എത്രയായിരിക്കും എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ വരണം. അത് കാണാതെ പഠിക്കുക വേണം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും ചെയ്യാൻ സമയമില്ല നമുക്ക്. എന്താ ചെയ്യേണ്ടത്? ഇത് കാണാൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ റൂട്ട്, ഇത് രണ്ടും കൂട്ടിയിട്ട് അതിൻ്റെ റൂട്ട് എടുത്താൽ മതി. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പോൾ കർണം കാണാൻ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. പാദം സ്ക്വയർ 5 സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ 12 സ്ക്വയർ. എത്രയാണ് 5ൻ്റെ സ്ക്വയർ? 25. കൂട്ടണം 12ൻ്റെ സ്ക്വയർ 144. 25ഉം 144ഉം കൂട്ടിയാൽ 169. റൂട്ട് ഓഫ് 169 13. ഉത്തരം 13 മീറ്റർ. അതായത് 3 4 5 6 8 10. കൂടെ പഠിച്ചോ എന്താ? 5 12 13. ഓക്കെ, പഠിച്ചല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഈ 5 12 13 എന്താ? ഈ ഒരു വശം 5 ഒരു വശം 12 ആണെങ്കിൽ അടുത്ത വശം എന്തായാലും 13 ആയിരിക്കും മട്ടത്രികോണാണെങ്കിൽ.
അതുപോലെ ഒരു വശം 3 ഒരു വശം 4 ആണെന്നുണ്ടെങ്കിൽ അടുത്ത വശം 5 ആയിരിക്കും മട്ടത്രികോണാണെങ്കിൽ. ഒരു വശം 6 ഒരു വശം 8 ആണെന്നുണ്ടെങ്കിൽ അടുത്ത വശം 10 ആയിരിക്കും എന്ത് മട്ടത്രികോണാണെങ്കിൽ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം പുസ്തകങ്ങൾ ലൈബ്രറി. അതേപോലെ സിനിമ എന്താണ്? പുസ്തകങ്ങൾ കാണുന്നതും സൂക്ഷിക്കുന്നതൊക്കെ എവിടെയാണ്? ലൈബ്രറിയിലാണ്. അതേപോലെ സിനിമ കാണുന്നതൊക്കെ എവിടെയാണ്? തിയേറ്ററിലാണ് അല്ലേ? ഉത്തരം ഓപ്ഷൻ ബി തിയേറ്റർ. അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം നോക്കാം. എയുടെ അമ്മയാണ് ബി, ബിയുടെ അമ്മയാണ് സി, സിയുടെ മകനാണ് ഡി എങ്കിൽ എയുടെ ആരാണ് ഡി? എങ്ങനെ ചെയ്യുന്നത്? ഞാനും പറഞ്ഞാറുണ്ട് അല്ലേ എങ്ങനെ നമ്മൾ വരയ്ക്കുന്നത്. എ എഴുതി എയുടെ അമ്മയാണ് ബി, എയുടെ അമ്മയാണ് ബി എങ്കിൽ നമ്മളിങ്ങനെ എഴുതും അല്ലേ, അമ്മ. എയുടെ അമ്മയാണ് ബി. ഇനി എന്താണ്? ബിയുടെ അമ്മയാണ് സി. നമ്മൾ വരച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. സിയുടെ അമ്മയാണ്, അപ്പോൾ ബ്രാക്കറ്റിൽ അമ്മ എന്ന് എഴുതുന്നില്ല, ഞാനവിടെ കിടന്നോട്ടെ, എനിക്ക് ഓർമ്മയിലുണ്ട് കേട്ടോ. സി അമ്മയാണ് സി, ബിയുടെ അമ്മയാണ് സി. സിയുടെ മകനാണ് ഡി, സിയുടെ മകനാണ് ഡി, സിയുടെ മകനാണ് ഡി. അപ്പോൾ തന്നെ എന്തായി? ബിയും ഡിയും എന്തായി? ബന്ധത്തിലായി അല്ലേ. എങ്കിൽ എയുടെ ആരാണ് ഡി? ഈ ഡി എന്ന് പറയുന്നത് ആരാ? പുരുഷനാണ് അല്ലേ, മകനാണ് അല്ലേ. പിന്നെ ഓപ്ഷനിലൊക്കെ ആണുങ്ങളായതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഡി എന്ന് പറയുന്നത് ഈ എയുടെ അമ്മയുടെ സഹോദരനാണ്, എയുടെ അമ്മയുടെ സഹോദരനാണ് ഡി. അപ്പോൾ എയുടെ ആരാണ് ഡി? എയുടെ അമ്മയുടെ സഹോദരൻ. അമ്മയുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ അമ്മാവൻ അല്ലേ. എയുടെ അമ്മാവനാണ് ആര്? നമ്മുടെ ഡി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് കിട്ടുമല്ലോ, ചിത്രം വരച്ച് പഠിക്കണേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം മനുവിൻ്റെ പ്രായം വിനുവിൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങാവും. ഇപ്പോൾ മനുവിൻ്റെ പ്രായം എത്രയാണ്? എടാ ഇവിടെ മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അങ്ങനെ വയസ്സ് കൂടുതലാണ്, ഇവർ തമ്മിലുള്ള വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ തരുന്നത് എന്തിനാണെന്ന് വിചാരിച്ചാൽ ഇതിന് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ഇത് എത്ര വർഷം കഴിഞ്ഞാലും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം മാറില്ല എന്നുള്ള കാര്യം തലയിൽ ഉറപ്പിച്ചോ. ഞാനെന്താ പറഞ്ഞത്? വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം ഒരിക്കലും മാറൂല കേട്ടോ. രണ്ടുപേരും തമ്മിലുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു വയസ്സ് കൂടുമ്പോൾ അടുത്താൾക്ക് ഒരു വയസ്സ് കൂടുകയാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് എപ്പോഴും ഓർമ്മയിൽ വെക്കുക ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ്. അതുപോലെ തന്നെ അടുത്ത വർഷം അത് ഓർമ്മയിൽ വെക്കുക. ഇനി ചോദ്യത്തിലേക്ക് വരാം. നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ മനുവിൻ്റെ പ്രായമാണ്. ഓക്കെ ആണല്ലോ? ചോദ്യം കറക്റ്റ് വായിക്കണം വയസ്സിൻ്റെ കേസിൽ കേട്ടോ. എന്താണ് ചെയ്യുന്നത്? മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണെന്ന് പറഞ്ഞു. മനുവിൻ്റെ അടുത്ത വർഷം മനുവിൻ്റെ പ്രായം വിനുവിൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങാവും. അപ്പോൾ മനുവിൻ്റെ പ്രായം വിനുവിൻ്റെ പ്രായത്തിൻ്റെ എത്രയാവും എന്നാണ് പറയുന്നത്? 2 മടങ്ങ്. അതായത് 2:1 റേഷ്യോ എന്ന് പറയുന്നത് 2 ഇവൻ 1. ഞാൻ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യാണ്? ഒരു കോൺസ്റ്റൻറ്റ് ഗുണിച്ചാലല്ല ഇത് 2:1 എന്ന് പറഞ്ഞാൽ. അതായത് 2 ഗുണിക്കണ എക്സ് ആണ് എന്ത്? ഇവിടെ 1 ഗുണിക്കണ എക്സ്. എക്സ് ഞാൻ വെറുതെ ഇട്ടതാണ്, എക്സ് ഇട്ടില്ല എന്നുണ്ടെങ്കിലും അത് അതുപോലെ നിൽക്കും കേട്ടോ. അതായത് മനുവിൻ്റെ പ്രായം വിനുവിൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങാണ്. അതായത് 2:1 അവരുടെ പ്രായങ്ങൾ തമ്മിലുള്ള റേഷ്യോ എന്നാണ് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇതിൻ്റെ കൂടെ എക്സ് ഇട്ടു. എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ ആ എത്ര ഭാഗമാണ് നോക്കുന്നത്, ആ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്, അവിടെ ഒരു യൂണിറ്റ് ഉണ്ട്, അതിന് ഞാൻ എക്സ് ആയിട്ട് എടുക്കുകയാണ്. എക്സ് ആയിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാൻ ആദ്യം എക്സ് വെച്ചിട്ട് പറയാം, ഇനി എക്സ് ഇല്ലാതെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ അതും കൂടി കാണിക്കാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവർ തമ്മിലുള്ള പ്രായങ്ങളുടെ വ്യത്യാസം 10 വയസ്സ്. അതായത് മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതൽ. അതായത് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. അതായത് 2x കുറയ്ക്കണം 1x എന്ന് പറഞ്ഞാൽ 10 ആണെന്ന് പറഞ്ഞാൽ എക്സ് എത്രയാണ്? 10 ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ 2x എന്ന് പറഞ്ഞാൽ 20 ആയി, ഈ 1x എന്ന് പറഞ്ഞാൽ 10 ആയി. അതായത് മനുവിൻ്റെ പ്രായം 20, വിനുവിൻ്റെ പ്രായം 10. അപ്പോൾ നമുക്ക് വേണ്ടത് മനുവിൻ്റെ പ്രായമാണ്. നമ്മളപ്പോൾ 20 ആണോ നോക്കിയിട്ട് നേരെ നോക്കുമ്പോൾ ഓപ്ഷനിൽ 20 ഇല്ല. കാരണം അടുത്ത വർഷമാണ് ഈ 2:1 എന്ന് പറഞ്ഞ റേഷ്യോ വരുന്നത്. അടുത്ത വർഷമാണ് അത് വരുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോൾ എന്തായിരിക്കും? 20ൽ നിന്ന് 1 കുറച്ചതായിരിക്കും. 19 മനുവിൻ്റെ പ്രായം എന്ന് പറയണത്. ഓക്കെ ആണല്ലോ. ഇനി എക്സ് ഇല്ലാതെ, എക്സ് ഒക്കെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരിക്കും അവിടെ അദൃശ്യമായിട്ട് എക്സ് ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് മനു വിനു ഇവരുടെ വയസ്സുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. അത് 2 മടങ്ങാണെന്ന് പറഞ്ഞാൽ കിട്ടുമല്ലോ. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ 2ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. ഇവ തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. അത് എത്രയാണ്? അത് 10ന് തുല്യമാണ്. ഇനിയിപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം 2 ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഒരു ഭാഗം കണ്ടുപിടിക്കണം. അതായത് 10ൻ്റെ പകുതി 5. പക്ഷേ ഇവിടുത്തെ കേസിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് ഇവർ തമ്മിലുള്ള വ്യത്യാസം 1 ഉള്ളൂ. അപ്പോൾ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 2നെ എന്തുകൊണ്ട് ഗുണിക്കാം?
10 കൊണ്ട് ഗുണിക്കുക, ഇവിടെ 1 എന്തുകൊണ്ട് ഗുണിക്കുക, 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ മനുവിൻ്റെ പ്രായം 20ഉം വിനുവിൻ്റെ പ്രായം 10ഉം ആണ് എന്ന് കിട്ടി. പക്ഷെ നമുക്ക് വേണ്ടത് അടുത്ത വർഷമാണ് ഈ പ്രായങ്ങൾ ഇവർക്ക് ആവുന്നത്. അപ്പോൾ ഈ വർഷം എത്രയായിരിക്കും? ഇതിൽ നിന്ന് 1 കുറഞ്ഞതായിരിക്കും ഇവരുടെ പ്രായം അല്ലേ? എത്രയാ? 19ഉം 9ഉം ആയിരിക്കും ഇവരുടെ പ്രായം. ചോദ്യം മനുവിൻ്റെ പ്രായമാണ് കാണേണ്ടത്. അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ എ 19 ആണ്. ഞാൻ കുറച്ച് സമയം എടുത്താണ് ഇത് പറയുന്നത്. പക്ഷേ കൺഫ്യൂഷൻ ഒന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മൾ വയസ്സിൻ്റെ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ സിമ്പിളായിട്ട് ഇത് കിട്ടാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ ക്ലാസ്സിൽ ഇത്രയും ചോദ്യങ്ങളാണ്, 20ഓളം ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒരു ചോദ്യം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ കമൻറ്റ് ഇടുന്നത് ഞാൻ കാണുന്നുണ്ട്. ആ കമൻറ്റ് ഇടുന്നതുകൊണ്ടാണ് ഞാൻ ക്ലാസ് ഇടുന്നതും. വളരെ സന്തോഷമുണ്ട്. ആ കമൻറ്റ് ഇടുന്ന ആളുകളോട് എല്ലാവരോടും ഭയങ്കര നന്ദിയുണ്ട്. നിങ്ങളങ്ങനെ ഓരോ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ, നല്ല വാക്കുകൾ പറയുമ്പോൾ വളരെ സന്തോഷം. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴും സന്തോഷം. നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നതിലും സന്തോഷം. അപ്പോൾ കാര്യമായിട്ടും നിങ്ങൾ ഇങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ ആ ഒരു ഊർജ്ജത്തിൽ നിന്നാണ് ക്ലാസ്സുകളെല്ലാം ചെയ്യുന്നത്. അത്യാവശ്യം തിരക്കിലാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് സമയം ഉണ്ടാക്കാൻ ഉള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇങ്ങനെ ഇടുന്ന നല്ല വാക്കുകളാണ്. അത് വളരെയധികം നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതിനെല്ലാവർക്കും നന്ദി. വളരെ സന്തോഷം അങ്ങനെ കമൻ്റൊക്കെ ഇടുന്നതിൽ. വളരെ നന്ദി. താങ്ക് യു.